നമസ്കാരം, ഞാൻ സോണി അഭിലാഷ്. ഭക്ഷണശാലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് 2 മാമ്പഴവും ഒരു ഇച്ചിരി റേഷനരിയും ഉണ്ടെങ്കിൽ എണ്ണയിലൊന്നും വറുക്കാത്ത നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു 4 മണി പലഹാരം തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് എന്താണ് റെസിപ്പി എന്നുള്ളത് നമുക്ക് കാണാം. അതിനു മുമ്പായി വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായാൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ലൈക്ക്, ഷെയർ, കമൻറ്റ് ഒന്നും ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ഞാനിപ്പോൾ കുത്തരിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. 1.5 കപ്പ് കുത്തരി, അതായത് മട്ട റൈസ് നന്നായിട്ട് കഴുകി ഉണക്കിയെടുത്ത അരിയാണേ. അതിലേക്കൊരു 5-8 ആൽമണ്ട്, ഒരു 5-6 ഏലക്കായ ഒക്കെ കൂടെ ചേർത്തിട്ട് നമുക്ക് ഈ അരി ഒന്ന് വറുത്തെടുക്കണം. ഇനിയിപ്പോൾ റേഷൻ അരിയാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ അതെടുക്കാം. എൻ്റെ കയ്യിൽ അതില്ലാത്തത് കൊണ്ടാണ് ഞാനിപ്പോൾ ഈ മട്ട റൈസ് എടുത്തിട്ടുള്ളത്. കണ്ടോ, അത് ചെറിയ തേയില വെച്ചിട്ട് നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വറുക്കുമ്പോൾ, ഓട്ട് ചട്ടി ഉണ്ടെങ്കിൽ അതിൽ വറുക്കുമ്പോൾ നമുക്ക് എല്ലാ റൈസും നല്ലപോലെ മൊരിഞ്ഞ് കിട്ടും കേട്ടോ. ഇതുപോലെ നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടും. നന്നായിട്ട് മൊരിഞ്ഞ് വന്നാൽ നമ്മളിത് പൊടിക്കുമ്പോൾ ഉണ്ടല്ലോ നല്ല സ്മൂത്തായിട്ട്, നല്ല പൗഡറായിട്ട് നമുക്കിത് പൊടിച്ചെടുക്കാൻ പറ്റും. ഞാൻ തണുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി ഇത് പൊടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അരിപ്പൊടിയെല്ലാം ഞാൻ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 250 ഗ്രാം ശർക്കര പൊടിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ലിറ്റർ വെള്ളം കേട്ടോ, കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ച് തന്നെ നമുക്കിത് ഉരുക്കിയെടുക്കാം, മെൽറ്റാക്കി എടുക്കാം. ഉരുക്കിയതെല്ലാം നന്നായിട്ട് ഉരുക്കി വരുമ്പോൾ നമുക്കിത് അരിച്ച് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിത് നന്നായി പഴുത്ത 2 മാമ്പഴം ഞാൻ കട്ട് ചെയ്തെടുത്തത് ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. ഇതിൽ വെള്ളം ചേർക്കാതെ അരയ്ക്കാൻ പറ്റിയാൽ അത്രയും നല്ലത്. ഇതുപോലെ നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കുക. ഇനി നമുക്ക് ഒരു കടായിലേക്ക് ഒരു ടീസ്പൂൺ ഓയിൽ ഒഴിക്കുക. ഒരു ഇച്ചിരി ഓയിൽ മതി. ഓയിലോ ബട്ടറോ ഗീയോ ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു ടീസ്പൂൺ നെയ്യാണ് എടുത്തത്. ആ നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമ്മൾ അരച്ചെടുത്തിട്ടുള്ള ആ മാംഗോ പൾപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു കേട്ടോ. നന്നായിട്ടൊന്ന് കുറുക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ ഉരുക്കി അരിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ശർക്കരയില്ലേ, അത് നമുക്ക് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ശർക്കര കുറേശ്ശെ ചേർത്താൽ മതി കേട്ടോ. അതായത് മാമ്പഴത്തിന് നല്ല മധുരം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരുപാട് ശർക്കര വേണ്ടി വരില്ല. അപ്പോൾ കുറേശ്ശെ ചേർത്തിട്ട് നമുക്ക് ആ ഒരു മധുരം നോക്കിയതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാം. ശർക്കരയും മാമ്പഴവും കൂടി നന്നായിട്ടൊന്ന് കുറുകി വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു പാകമായപ്പോഴേക്കും ഞാനിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുത്തു. പഞ്ചസാര കൂടെ ചേർക്കുമ്പോൾ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ മാമ്പഴത്തിൻ്റെ ഹൽവയോ പായസം എന്തുണ്ടാക്കുമ്പോൾ ഇച്ചിരി പഞ്ചസാര കൂടെ ചേർക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ടെക്സ്ചർ നല്ല കഴിക്കാനും അതുപോലെ തന്നെ കാണാനും നല്ലൊരു ഭംഗി ഉണ്ടാവും. ഇതിലേക്ക് ഒരു ടീസ്പൂൺ ചുക്കുപൊടി ചേർത്തു. മാമ്പഴത്തിൻ്റെ റെസിപ്പി ആയാലും ചക്കേൻ്റെ റെസിപ്പി ആയാലും ഒക്കെ ഇതിൽ ഇച്ചിരി ചുക്കുപൊടിയും കൂടി ചേർക്കുമ്പോൾ ആ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ നെയ്യ് കൂടെ ചേർത്തിട്ടുണ്ട്. നെയ്യ് അധികം ചേർക്കണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഒഴിവാക്കാം, ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇത് ഈ ഒരു പാകം ആവണം, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ പാത്രത്തിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരുന്നൊരു പാകമായിട്ട് വേണം നമ്മൾ പൊടിച്ചു വെച്ചിട്ടുള്ള അരിപ്പൊടി ഇതിലേക്ക് ചേർക്കാൻ. ഇതിലേക്ക് ഒരു 1.5 കപ്പ് ചെറിയ തേങ്ങ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടൊന്ന് ചതച്ചതിന് ശേഷം അതും കൂടി ചേർത്തു. ഒരു 2 നുള്ളു ഉപ്പും ചേർത്തു കേട്ടോ. തേങ്ങയുടെ അളവ് നിങ്ങൾക്ക് കൂടുതലുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം. കൂടുതൽ തേങ്ങ ചേർക്കുമ്പോഴത്തേക്ക് ടേസ്റ്റ് കൂടുതലായിരിക്കും. അപ്പോൾ തേങ്ങയും ഇച്ചിരി ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്ത് ഈ ഒരു പാകമാക്കി എടുക്കാം. ഇനി നമുക്കത് ചെറിയ ചൂടോട് കൂടി തന്നെ ഉരുളകളാക്കി എടുക്കാം. ഈ മാമ്പഴത്തിൽ ഇതിങ്ങനെ ചെയ്തെടുക്കുമ്പോൾ ഉണ്ടല്ലോ ഒരു സൂപ്പർ ടേസ്റ്റാണ്. അത് മാമ്പഴവും ശർക്കരയും കൂടെ കുറുകി വരുന്ന ആ ഒരു പാകം മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതിയാകും. ഈസിയാണ്, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ തന്നെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു 4 മണി പലഹാരം നമുക്കിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണേ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. അടുത്തൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്